ഹലോ, ഇന്നൊരു ഞായറാഴ്ചയായിട്ട് നമുക്കൊരു ലേശം ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട് വീട്ടിൽ. അനിയത്തി ഒഴിച്ച് അവൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളുടെ യൂട്യൂബിൽ 111 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം, അത്രയും പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ അതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തു. അതിന് ബാക്കിൽ അനിയൻ സലാഡിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അനിയനും കൂടിയിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ, അത് വായിൽ വെക്കാൻ കൊള്ളുമെന്നൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് വയ്യാതായിട്ടും എനിക്ക് വയ്യാണ്ടായിട്ടൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. എനിക്ക് ചെവിവേദനയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നത് ഏട്ടനാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നത് അനിയനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ബിരിയാണി ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വന്ന് ഇളക്കുന്നത്. അതായത് ഏട്ടൻ ഉണ്ടാക്കിയ ബിരിയാണിയാണെന്ന് പറയാൻ. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ല, ഏട്ടൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അത് ഉള്ളിയൊക്കെ മൂപ്പിച്ചു. അപ്പം നല്ലോണം വേർത്തിട്ടുണ്ട്. ഞങ്ങൾ വേറൊരു വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു മഴ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.